ഇന്ന് കേരളത്തിൽ നടക്കുന്ന റോഡ് അപകടങ്ങളിൽ, പ്രത്യേകിച്ച് ബൈക്ക് അപകടങ്ങളിൽ 90% മരണം സംഭവിക്കുന്നത് ഹെഡ് ഇഞ്ചറി മൂലമാണ്. റോഡെ വീണ് കഴിഞ്ഞാൽ ഹെഡ് ഇഞ്ചറി ഉറപ്പായിട്ടും ഉണ്ടാകും. അത് മരണത്തിലേക്കും മറ്റും പോകുന്നതാണ്. അതുകൊണ്ട് ഹെൽമെറ്റ് ധരിച്ച് തന്നെ യാത്ര ചെയ്യുക. ഇന്ത്യയിലെ റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് 2023 ഒരു ഔദ്യോഗിക പഠനം നടത്തുകയും റോഡ് ആക്സിഡൻസ് ഇൻ ഇന്ത്യ 2023 എന്ന 242 പേജുള്ള ഒരു റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്തു. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഹെൽമെറ്റ് ധരിക്കാതെയുള്ള അശ്രദ്ധ കാരണം ഇരുചക്ര വാഹനങ്ങൾ അപകടങ്ങളിൽപ്പെട്ട് 54,568 പേരാണ് 2023 മാത്രം മരണപ്പെട്ടത്. ഇത് വെറും കണക്കുകൾ മാത്രമല്ല, അന്ന് നഷ്ടപ്പെട്ടത് 54,568 പേരുടെ ജീവൻ മാത്രമായിരുന്നില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം അനേകം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് അന്ന് ഇല്ലാതായത്. 2024 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം ശരാശരി ഏകദേശം 485 പേരാണ് റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്നത്. 2 വീലറിൽ വീഴാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വീണാൽ ഉറപ്പായിട്ടും തലയായിരിക്കും ഇടിക്കുക. തലയുടെ ഷേപ്പ് ഓൾമോസ്റ്റ് സ്ഫെറിക്കലാണ്, ഗോളാകൃതിയാണ്. ഗോളാകൃതിയിലുള്ള ഒരു സാധനം തറയിലടിക്കുമ്പോൾ പോയിന്റിലായിരിക്കും ഇടിക്കുക. പോയിന്റിൽ ഉണ്ടാകുന്ന ഇടിയുടെ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്നേക്കുമായിട്ട് കടന്നു പോവുകയും മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത്. ഇതിനുള്ളൊരു ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണത്? ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചിൻസ്ട്രാപ്പ് ധരിക്കാത്തത് കൊണ്ടാണ് ഈ അപകടങ്ങൾ പെടുന്നത്. നമ്മുടെ ചിൻസ്ട്രാപ്പ് ധരിക്കുമ്പോൾ 2 വിരല് നിൽക്കത്തക്കരുത്, അത്ര ടൈറ്റായിട്ട് വേണം ഈ പറയുന്ന ചിൻസ്ട്രാപ്പ് ധരിച്ചു പോകാൻ. കാരണം ഇത് ലൂസായിട്ട് ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ അത് ഊരിപ്പോയുള്ളൂ. ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ പ്രാധാന്യവും എങ്ങനെ ഒരു ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് ധരിക്കാം എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. ചുരുങ്ങിയത് ഒരാളെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് സ്ഥിരമായി ഹെൽമെറ്റ് ധരിക്കാൻ തുടങ്ങുന്നിടത്താണ് ഈ ഒരു വീഡിയോയുടെ വിജയം.